ചില ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നമ്മളുടെ ജീവിതം തന്നെ പലപ്പോഴും കട്ടപ്പുകയാകും എന്നൊക്കെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയാം. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, വ്യാഴം, ചൊവ്വയുടെ കാര്യം പറയേ വേണ്ട, ശനിയാണെങ്കിലോ ചിന്തിക്കേ വേണ്ട. അപ്പോ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ ഞാൻ ആളുണ്ട്. പക്ഷെ ഒരു ഗ്രഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് ഞാൻ ഉറപ്പിച്ചു തന്നെ പറയും. ഈ ഗ്രഹത്തിന്റെ നില നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും അത് പ്രയോജനപ്പെടുകയില്ല. അത് നിങ്ങളെ ശരിക്കും ബാധിക്കും. നിങ്ങൾ എന്തെല്ലാം നേടിയാലും അതെല്ലാം നിങ്ങളെ വിട്ടുപോകും. ഏതാണ് ഗ്രഹം? അത് അനുഗ്രഹം, സ്വന്തം അമ്മയുടെ അനുഗ്രഹം. അത് നേടാത്ത ഒരാൾക്ക് പോലും ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവുകയില്ല. സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റെല്ലാ ഗ്രഹങ്ങളെയും അനുകൂലമാക്കാൻ ഓടിക്കോളൂ. അതൊക്കെ നിങ്ങളുടെ വിശ്വാസം. പക്ഷേ ആ ഓട്ടത്തിനിടയ്ക്ക് ഈ ഗ്രഹം നിങ്ങൾക്ക് അനുകൂലമാണോ? മാതാവിന്റെ അനുഗ്രഹം ഇത് അനുകൂലമാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അവിടെ പോയി പൂജ ചെയ്യൂ. ആ ഗ്രഹത്തിന്റെ മനസ്സ്, ആ അനുഗ്രഹം, ആ മാതാവിന്റെ മനസ്സിലെ അനുഗ്രഹം നിങ്ങൾക്ക് വാരിക്കോരി കിട്ടുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ. നിങ്ങൾ ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആരെയൊക്കെ പ്രീതിപ്പെടുത്താമോ, എന്തൊക്കെ ചെയ്യണോ എന്ന് കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും അത് ലഭിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹം അനുകൂലമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു സുന്ദരമായ നദി ഒഴുകുന്ന പോലെ. ശരിയാണോ?